മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നത്, പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ, കാരണം നിങ്ങളിടുന്ന ഓരോ കമൻറ്റിനും അതിൻ്റെതായ വിലയുണ്ട്. കാരണം നിങ്ങൾ കമൻറ്റ് ഇടുമ്പോഴാണ് നമ്മൾ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പം എൻ്റെ കയ്യിലുള്ള 2 പാക്കറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടാവും ഇറ്റ്സ് റിലേറ്റഡ് ടു ന്യൂഡിൽസ്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റമാണ് മിക്സ്ഡ് ന്യൂഡിൽസ്. അതിനകത്ത് ചിക്കനും എഗ്ഗും കുറേ അധികം വെജിറ്റബിൾസും ഇട്ടിട്ട് നമുക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ബാച്ചിലേഴ്സ് ഒക്കെ ആയിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു പാക്കറ്റ് മേടിക്കും, എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം നമ്മൾ പാക്കറ്റ് മേടിച്ചിട്ട് ലൈക്ക് ഇതിൻ്റെ അകത്ത് മസാല എല്ലാം വെള്ളത്തിൽ കലക്കി ലൈക്ക് ഒരു വാട്ടറി ആയിട്ടാണ് ഈ ന്യൂഡിൽസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇതൊരു ഡ്രൈ ടൈപ്പ് ഓഫ് ന്യൂഡിൽസ് ആണ്, ഇതൊരു തട്ടുകട രീതിയിലുള്ളതെന്ന് പറയാം. അപ്പം ഞാൻ ഹൈദരാബാദ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരു 7:30 ഒക്കെ ആകുമ്പോഴത്തേക്കും തട്ടുകട, അതായത് റോഡ് സൈഡിലുള്ള തട്ടുകടസ് ഒക്കെ ഓപ്പൺ ആവും. അപ്പം നമ്മൾ ഒരു വൈബാണല്ലോ അവിടെ പോയിരുന്ന ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ തട്ടുകട സ്റ്റൈലുള്ള നൂഡിൽസ് ഒക്കെ കഴിക്കാൻ ഒരു വൈബാണ്. അപ്പം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോയി ഇരുന്ന് കഴിക്കുന്നത്. അപ്പം വിചാരിക്കും ഇത് എങ്ങനെയാണ് ഇവർ ഉണ്ടാക്കുന്നത്. അവർ പല സാധനങ്ങൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യും, പക്ഷെ നമ്മൾ അതൊന്നും ആഡ് ചെയ്യാതെ തന്നെ അതിനേക്കാൾ സൂപ്പർ ടേസ്റ്റിലായിരിക്കും നമ്മൾ ഈ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് കണ്ടു നോക്കാം. ഇതെന്റെ കുഞ്ഞ് ടെസ്റ്ററാണ് കേട്ടോ ഇരിക്കണേ. അപ്പം ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്, ആള് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആളിപ്പോൾ വർത്താനം പറയാൻ ആയിട്ടില്ലാത്തത് കൊണ്ട് വേണം ഫേഷ്യൽ എക്സ്പ്രഷൻ നോക്കി വേണം അത് നല്ലതാണോ ചീത്തയാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പം അതിനു വേണ്ടി ആള് വെയിറ്റ് ചെയ്യണം. സോ നമുക്ക് വീഡിയോയിലോ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം നമ്മുടെ ന്യൂഡിൽസ് വെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് വെന്തെടുക്കണം. അതിന് നമ്മളിവിടെ ഒരു സോസ് പാൻ എടുത്ത് അതിൻ്റെ അകത്ത് പകുതിയോളം വെള്ളം എടുത്ത് അതിൻ്റെ അകത്ത് ന്യൂഡിൽസ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അത് അവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ, അതായത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച്, അതായത് നമുക്ക് വറക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാനിവിടെ മെഷർമെൻ്റ് ഒന്നും പറയുന്നില്ല, കാരണം നമുക്കറിയാമല്ലോ എത്ര എരിവ് വേണം, അതനുസരിച്ച് പെപ്പർ പൗഡറൊക്കെ ഇടുക. പിന്നെ ഞാനിതിൻ്റെ അകത്ത് കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട്, ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ചേരുവകൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്ന ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഒരു പാക്കറ്റ് നൂഡിൽസ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുള്ളൂ. ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു മഷ്റൂം എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ക്യാബേജ് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അപ്പോൾ ഒരു അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഒരു നൂഡിൽസിന് വേണ്ടി എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്ത് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നിടം വരെ നമ്മൾ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് അത് മാറ്റുക. കാരണം നമ്മൾ ഈ എണ്ണ തന്നെയാണ് നമ്മൾ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്യാനും പിന്നെ എഗ്ഗ് ഫ്രൈ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത ചിക്കൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. അതിനുശേഷം ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിലിനകത്ത് തന്നെ നമ്മൾ ഒരു എഗ്ഗാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എഗ്ഗ് കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. അപ്പം നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ നൂഡിൽസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഈ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഈ എഗ്ഗ് കൂടെ ഈ ചിക്കൻ്റെ കൂടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ചിട്ട് നമ്മൾ അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒരു ഫ്രൈ, അതായത് ഡീപ്പ് ഫ്രൈ ഇതിന് ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു കളറ് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള പൊടി ഐറ്റംസൊക്കെ ആഡ് ചെയ്യുക. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് പൊടി ഐറ്റംസ് ഇടുക. നമ്മുടെ അടുത്ത് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പം എൻ്റെ അടുത്തിപ്പോൾ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ചില്ലി പൗഡറാണ്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും കൂടെ ഒരു കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആവശ്യത്തിന് എരിവ് അനുസരിച്ച് വേണം അതിടാൻ വേണ്ടി. പിന്നെ ടർമറിക് പൗഡർ അത് കുറച്ച് മതി. പിന്നെ അതിൻ്റെ കൂടെ ഗരം മസാല, അത് നമ്മുടെ വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ, ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ നൂഡിൽസിൻ്റെ അകത്ത് ഒരു പാക്കറ്റ് മസാല കിട്ടും. അപ്പം അതുകൂടെ നമ്മൾ പൊട്ടിച്ച് ഈ വെജിറ്റബിൾസിലേക്ക് ഇടുക. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ മറ്റേ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും
എഗ്ഗും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാം കൂടെ നന്നായി വഴറ്റി ആ പച്ചമണം, ആ പൊടിയുടെ പച്ചമണം മാറുന്നേടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള വെന്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് കൂടി ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സോയാ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് നമുക്കതൊരു നല്ലൊരു കളറ് വരുന്നേടം വരെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ മിക്സ്ഡ് നൂഡിൽസ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഓ മൈ ഗോഡ്, ഇതിൻ്റെ ടേസ്റ്റിന് ഒരു രക്ഷയുമില്ല. സൂപ്പർ ടേസ്റ്റായിരുന്നു. പ്രത്യേകിച്ച് എഗ്ഗും ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടെ വന്നപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റായിരുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഇത് കോക്കനട്ട് ഓയിലും കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.